കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2013 കൊടുങ്കാറ്റ് പോലെ ഡൽഹിയിൽ കോൺഗ്രസിന് മേൽ ആഞ്ഞു വീശിയതാണ് ആം ആദ്മി പാർട്ടി. അന്ന് ഒരു ചൂലുമുയർത്തിപ്പിടിച്ചെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കി. 10 വർഷങ്ങൾക്കിപ്പുറം അതേ ആം ആദ്മി പാർട്ടി തൂത്തെറിയപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ കൂടിയായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അടക്കമുള്ളവർ ഞെട്ടിക്കുന്ന തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ഡൽഹിയുടെ രക്ഷകനെന്നൊരു പ്രതിച്ഛായ കെജ്രിവാൾ സൃഷ്ടിച്ചിരുന്നു. അഴിമതിക്കെതിരെ എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതിനൊപ്പം ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കിയും കെജ്രിവാൾ ജനപ്രീതി നേടി. എന്നാൽ മദ്യനയ കേസ് കെജ്രിവാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. മദ്യനയ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച അരവിന്ദ് കെജ്രിവാളിനെ കാത്തിരുന്നത് അമ്പരപ്പിക്കുന്ന തോൽവിയാണ്. ബിജെപിയുടെ പർവേസ് സാഹിബ് സിംഗിനോട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെജ്രിവാൾ പരാജയം ഏറ്റുവാങ്ങിയത്. യമുനയിൽ വിഷം കലർത്തിയെന്ന ആരോപണവും ശീഷ് മഹൽ വിവാദവും മദ്യനയവും ജയിൽവാസവും പൊള്ളയായ വാഗ്ദാനങ്ങളൊക്കെ കെജ്രിവാളിനെയും AAPയെയും തോൽപ്പിക്കാൻ കാരണമായെങ്കിലും ബിജെപിയുടെ ഈ വിജയത്തിന് പിന്നിൽ 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഒരു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ചില വിലയിരുത്തലുകൾ. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. അതിൽ ആദായ നികുതി പരിധി 12 ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തി. ഇത് ഡൽഹിയിലെ മധ്യവർഗം ബിജെപിക്ക് അനുകൂലമാകാൻ കാരണമായി. ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു. കൃത്യമായ ആസൂത്രണമുണ്ടെങ്കിൽ 13.70 ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ടതില്ലെന്നാണ് വസ്തുത. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും NPS നിക്ഷേപവും വഴി ഈ ഇളവ് നേടാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് ഇനി പറയുന്ന മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. ശമ്പള വരുമാനത്തിനുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തി. കുടുംബ പെൻഷന് കീഴിലുള്ള പരമാവധി കിഴിവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. സെക്ഷൻ 80 CCD2 പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനയുടെ കിഴിവ് ശമ്പളത്തിന്റെ 10% നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ 14% ഉയർത്തി. ഇതെല്ലാം മധ്യവർഗത്തിന് ആഹ്ലാദമായിരുന്നു. ഇത് ഡൽഹി തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം പോരടിച്ചതും ബിജെപിക്ക് തുണയായി. ഇതോടെ ബിജെപി വിരുദ്ധ വോട്ടുകൾ രണ്ടു പക്ഷത്തേക്ക് ചിന്നിച്ചിതറി. ഈ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടനമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഒരു സീറ്റ് പോലും ലഭിക്കാതെ ഡൽഹിയിൽ കോൺഗ്രസ് നിലംപതിച്ചിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടതോടെ ഡൽഹിയിൽ കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നും കണ്ടറിയണം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.